Hello dears, welcome to the class. Today we are going to discuss about our 8th unit. Let's measure. Okay, let's start our class. Niba's house. See the house Niba has drawn. Let's make a house using earkills. നീബയുടെ വീട്. നീബ വരച്ച വീട് നോക്കൂ. നമുക്ക് ഈർക്കിൽ കൊണ്ട് ഒരു വീടുണ്ടാക്കിയാലോ? This is the picture of the house Niba made. How many earkills did Niba use? Long and short earkills are used to make the house. Let us also make a house. We need some earkills of the same length. നീബ ഉണ്ടാക്കിയ വീടിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. കണ്ടില്ലേ? നീബ എത്ര ഈർക്കിലുകൾ ഉപയോഗിച്ചു? ഈർക്കിൽ കൊണ്ടാണ് വീടുണ്ടാക്കിയിരിക്കുന്നത്. അതിൽ എത്ര ഈർക്കിലുകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. 17 ഈർക്കിലുകളാണ് ഉള്ളത്. ഇവയിൽ നീളം കൂടിയ ഈർക്കിലുകളും നീളം കുറഞ്ഞ ഈർക്കിലുകളും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. നമുക്കും ഒരു വീടുണ്ടാക്കാം. ഒരേ നീളമുള്ള ഈർക്കിലുകളും വേണമല്ലോ. അപ്പോൾ ഇതിൽ വലിയ ഈർക്കിലുകളും അതുപോലെ തന്നെ ചെറിയ ഈർക്കിലുകളും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഒരേ നീളമുള്ള ഈർക്കിലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ ഈർക്കിൽ വേണ്ടേ? അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകാം. ലോങ്, നീളം കൂടിയതിനെയാണ് നമ്മൾ ലോങ് എന്ന് പറയുന്നത്. നീളം കുറഞ്ഞതിനെ ഷോർട്ട് എന്ന് പറയുന്നു. കണ്ടില്ലേ? അപ്പോൾ മനസ്സിലാക്കി വെക്കണം. ഈ തന്നിരിക്കുന്നതിൽ സർക്കിൾ ദ ലോങ്ങർ ആൻഡ് ദ ക്രോസ് ദ ഷോർട്ടസ്റ്റ് വൺ. സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലോങ്ങർ നീളം കൂടിയതിന്, അതുപോലെ തന്നെ ഷോർട്ടറിന് ക്രോസ് മാർക്ക് ഇടാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണം. ഹൗ ഡു വി കട്ട് പീസസ് ഓഫ് ദ സെയിം ലെങ്ത്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. I am also making an earkill house. See the 2 earkills for the walls. എങ്ങനെ ഒരേ നീളത്തിൽ മുറിക്കും? കൂട്ടുകാരുമായി ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഒരേ നീളത്തിൽ ഈർക്കിൽ മുറിക്കണം. എന്ത് ചെയ്യണം? സ്കെയിലൊക്കെ എടുത്ത് അളക്കാൻ ഇപ്പോൾ നമുക്ക് അറിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അളവ് വെച്ച് ഒരേ നീളത്തിൽ ഈർക്കിലുകൾ ഒടിച്ചെടുക്കാം. ഞാനും ഈർക്കിൽ വീട് ഉണ്ടാക്കുന്നു. ഭിത്തിക്ക് വേണ്ടി എടുത്ത 2 ഈർക്കിൽ നോക്കൂ. മാർക്ക് ദ ലോങ്ങർ പീസ് വിത്ത് എ ടിക്ക്. ആർ യു ഷുവർ യു ടിക്ക് ദ ലോങ്ങർ വൺ? ഹൗ ഡു യു ചെക്ക്? ഹൗ ഡു യു മേക്ക് ദ ലെങ്ത് ഈക്വൽ? പുട്ട് ദം സൈഡ് ബൈ സൈഡ് ടു ഫൈൻഡ് ദ ലോങ്ങർ വൺ. Cut other earkills like this and paste them to make a beautiful house. അപ്പോൾ അതിൽ വലുതിന് ടിക്കിടാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേതാണ് വലുത് അല്ലേ? കണ്ടാൽ തന്നെ മനസ്സിലാകും. വലുതിന് തന്നെയാണോ ടിക്കിട്ടത്? എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടും ഒരേ നീളമാക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ വലുതിന് തന്നെയാണോ നിങ്ങൾ ടിക്കിട്ടിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇനി രണ്ടും ഒരേ നീളമാക്കണം. എന്തു ചെയ്യണം? ചേർത്ത് വെച്ച് വലുത് കണ്ടുപിടിക്കാം. ഏതാണ് അതിൽ വലുത് എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം രണ്ടും ഒരേ നീളമാക്കാൻ അല്ലേ? അപ്പോൾ രണ്ടും കൂടി ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വലുത് മനസ്സിലാകും. എന്നിട്ട് എന്ത് ചെയ്യണം? വലുത് കുറച്ച് മുകളിലേക്ക് നിൽക്കും അല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും ഒരേ ഭാഗത്ത് പിടിച്ച് മുറിച്ചാൽ മതി. അപ്പോൾ രണ്ടും കൂടി ഒരേ നീളത്തിൽ നമുക്ക് കിട്ടും. ആ മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം മുറിച്ച് മാറ്റിയാൽ നമുക്ക് 2 ഈർക്കിലുകളും ഒരേ നീളത്തിൽ കിട്ടും. ഇതേ രീതിയിൽ വീടിന് വേണ്ട മറ്റ് ഈർക്കിലുകളും മുറിച്ചെടുത്ത് ഒട്ടിച്ച് നല്ലൊരു വീട് ഉണ്ടാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷോർട്ടസ്റ്റ് റൂട്ട്. നീബ കെയിം ടു സ്കൂൾ ദ നെക്സ്റ്റ് ഡേ വിത്ത് എ പ്രോബ്ലം. ടേക്ക് കുഞ്ഞൻ ഹോം. കുഞ്ഞൻ ക്യാൻ ഗോ ഹോം ഓൺലി അലോങ് ദ മാജസ്റ്റിക്സ്. ആർ ഇൻ ദർ ഡിഫറെൻറ്റ് റൂട്ട്സ് ഫോർ കുഞ്ഞൻ ടു ഗോ ഹോം? ഹൗ മെനി മാജസ്റ്റിക്സ് ഇൻ ഈച്ച് റൂട്ട്? റൈറ്റ് ഇൻ ദ ടേബിൾ ബിലോ. എളുപ്പ വഴി കണ്ടുപിടിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുഞ്ഞൻ ഉറുമ്പിന് വീട്ടിലേക്ക് എത്തുന്ന വഴി കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്? മാച്ച് സ്റ്റിക്സിലൂടെയാണ് പോകേണ്ടത്. അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. അതൊന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്.
1, 2, 3, 4, 5 മാച്ച് സ്റ്റിക്സ് ആണ് ഫസ്റ്റ് വേയിലുള്ളത്. ഇനി രണ്ടാമത്തെ വഴിയിലൂടെ പോകുമ്പോൾ 6 മാച്ച് സ്റ്റിക്സ്. ഇനി തേർഡ് വേയിലോ അവിടെയും 6 മാച്ച് സ്റ്റിക്സ്. നെക്സ്റ്റ് 7 മാച്ച് സ്റ്റിക്സ് ആണ്. ഇനി നെക്സ്റ്റ് വേയിലുള്ളത് 5 മാച്ച് സ്റ്റിക്സ് ആണ് ഉള്ളത്. 6th വേ എന്ന് പറയുന്നത് 8 മാച്ച് സ്റ്റിക്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് വേ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6. ഇനി 8th റൂട്ട് എന്ന് പറയുന്നത് 6 മാച്ച് സ്റ്റിക്സും 9th റൂട്ട് എന്ന് പറയുന്നത് 8 മാച്ച് സ്റ്റിക്സുമാണ്. ഹൗ മെനി മാച്ച് സ്റ്റിക്സ് ആർ ദർ ഇൻ ദ ഷോർട്ടസ്റ്റ് റൂട്ട്? ഏറ്റവും കുറവ് എത്രയാണ്? 5. ലെറ്റ്സ് മെഷർ ദ ലെങ്ത്. ലെറ്റ്സ് മെഷർ ദ ഹൈറ്റ് ഓഫ് ദിസ് ഡോർ. ഡോർസ് ഹൈറ്റ് ഈസ് മോർ ദൻ ടീച്ചേഴ്സ് ഹൈറ്റ്. ടീച്ചർ വാതിലിൻ്റെ ഉയരം അളക്കുകയാണ്. കണ്ടില്ലേ? ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് അളക്കുന്നത്. അപ്പോൾ ടീച്ചറുടെ ഹൈറ്റിനേക്കാൾ ഹൈറ്റ് ഡോറിനുണ്ട്. കണ്ടോ? ടീച്ചറേക്കാൾ മുകളിലാണ് ഡോറ് നിൽക്കുന്നത്. അപ്പോൾ ഹൈറ്റ് കൂടുതൽ ഡോറിനാണ്. മെഷർ ദ ലെങ്ത് ഓഫ് എ ബെഞ്ച് ആൻഡ് എ ഡെസ്ക് ഇൻ യുവർ ക്ലാസ് യൂസിങ് എ സ്റ്റിക്ക്. വാട്ട് ഐ ഫൗണ്ട് ഇറ്റ്? ലെങ്ത് ഓഫ് ഡെസ്ക്, ലെങ്ത് ഓഫ് ബെഞ്ച്. അപ്പോൾ ലെങ്ത്ത് ഒരു സ്റ്റിക്ക് വെച്ച് അളന്നപ്പോൾ ഡെസ്കിൻ്റേത് 5 സ്റ്റിക്സും ബെഞ്ചിൻ്റേത് 5 സ്റ്റിക്സുമാണ്. നമ്മൾ എടുക്കുന്ന ആ സ്റ്റിക്സിൻ്റെ വലിപ്പം പോലെ ഇരിക്കും. വലിയ സ്റ്റിക്സ് ആണെങ്കിൽ സ്റ്റിക്സിൻ്റെ എണ്ണം കുറയും. സ്മോൾ സ്റ്റിക്സ് ആണെങ്കിലോ സ്റ്റിക്സിൻ്റെ എണ്ണം കൂടും. ഇനി ചില കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ കൈയും കാലും ഒക്കെ ഉപയോഗിക്കാം. കണ്ടില്ലേ? ഹാൻഡ് സ്പാൻ. നമ്മുടെ കൈ ഇങ്ങനെ നിവർത്ത് വെച്ച് മെഷർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫുഡ് സ്പാൻ, കാലുകൾ കൊണ്ട് അളക്കുന്നതാണ്. കണ്ടില്ലേ? അതിന് എക്സാമ്പിളാണ് ഫുഡ് സ്പാനിൻ്റെ. സോഫ ഈസ് ഡാഷ് ഫുഡ് സ്പാൻ ലോങ്. അത് കൗണ്ട് ചെയ്ത് എഴുതണം. ഡോർ ഈസ് ഡാഷ് ഫുഡ് സ്പാൻസ് ലോങ് ആൻഡ് ടേബിൾ ഈസ് ഡാഷ് ഫുഡ് സ്പാൻസ് ലോങ് ആൻഡ് ബോക്സ് ഈസ് ഡാഷ് ഫുഡ് സ്പാൻസ് ലോങ്. ലെറ്റ്സ് മെഷർ ദ ലെങ്ത് ഓഫ് എ ടേബിൾ. Let's measure the length of the table in our class using our hands. മേശയുടെ നീളം അളക്കാം. ക്ലാസ്സിലെ മേശയുടെ നീളം വിരൽ ഉപയോഗിച്ച് അളന്നാലോ? കണ്ടില്ലേ? ടീച്ചറും കുട്ടികളും മേശയുടെ നീളം അളക്കുകയാണ്. എങ്ങനെയാണ്? ഒരു കുട്ടി കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചു. തള്ളവിരലും ചെറുവിരലും ഉപയോഗിച്ചാണ് അളക്കുന്നത്. അതിൻ്റെ അത്ര വലുപ്പമാണ് നമ്മളിങ്ങനെ വെച്ച് അളന്നളന്ന് എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ ആ കുട്ടി അളക്കുന്നത്? അതുപോലെ നിങ്ങളും ചെയ്തു നോക്കണം. ലെങ്ത് ഓഫ് ദ ടേബിൾ. ഐ മെഷേർഡ്, മൈ ഫ്രണ്ട് മെഷേർഡ്, മൈ ടീച്ചർ മെഷേർഡ്. ഹൈറ്റ് ഓഫ് ദ ടേബിൾ. ഐ മെഷേർഡ്, മൈ ഫ്രണ്ട് മെഷേർഡ്, മൈ ടീച്ചർ മെഷേർഡ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ ടേബിൾ ഞാൻ അളന്നത് 8 സ്പാൻസും മൈ ഫ്രണ്ട് 8 സ്പാൻസുമാണ്. മൈ ടീച്ചർ മെഷേർഡ് 6 സ്പാൻസ്. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദ ടേബിൾ ഐ മെഷേർഡ് 6 സ്പാൻസ്. മൈ ഫ്രണ്ട് മെഷേർഡ് 6 സ്പാൻസ്. മൈ ടീച്ചർ മെഷേർഡ് 4 സ്പാൻസ്. ഡിഡ് യു ആൻഡ് ദ ടീച്ചർ ഗെറ്റ് ദ സെയിം മെഷർമെൻറ്റ്? നോ. ടീച്ചർക്ക് കിട്ടിയതും നിങ്ങൾക്ക് കിട്ടിയതും ഒരുപോലെയാണോ? അല്ല, അല്ലേ? നിങ്ങൾക്ക് കിട്ടിയത് കൂടുതൽ ചാണായിരിക്കും, ടീച്ചർക്ക് കിട്ടിയത് കുറവായിരിക്കും. കാരണം നിങ്ങളുടെ കൈ ചെറുതും ടീച്ചറുടെ കൈ വലുതുമാണ്. അപ്പോൾ അളവിനനുസരിച്ച് വ്യത്യാസം വരും. ഹൈറ്റ് ഓഫ് മദർ 13 ബ്രിക്സ്. ഹൈറ്റ് ഓഫ് ഫാദർ, ഹൈറ്റ് ഓഫ് നീബ, ഹൈറ്റ് ഓഫ് ബ്രദർ. ഇത് മൂന്നും തന്നിട്ടില്ല. മദറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 13 ബ്രിക്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? അതിനേക്കാൾ 1 കൂടുതലാണ് ഫാദറിൻ്റേത്. അപ്പോൾ എത്രയാണ്? 14 ബ്രിക്സ് ആണ്. ഇനി നീബയുടെ ബ്രദറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 11 ബ്രിക്സും നീബയുടേത് 10 ബ്രിക്സും ആണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ബിലോ. റൈറ്റ് 1 ബിലോ ദ ലോങ്ങസ്റ്റ്, 2 ബിലോ ദ സെക്കൻഡ് ലോങ്ങസ്റ്റ്, 3 ബിലോ ദ നെക്സ്റ്റ് ലോങ്ങസ്റ്റ് ആൻഡ് സോ ഓൺ. ചുവടെയുള്ള സാധനങ്ങളിൽ ഏറ്റവും നീളം കൂടിയതിന് 1, അതിൽ കുറവ് 2, അതിൽ കുറവ് 3 എന്നിങ്ങനെ ക്രമമായി നമ്പർ വട്ടത്തിൽ എഴുതൂ.
അപ്പോൾ ഏറ്റവും നീളം കൂടിയതിന് 1 കൊടുക്കേണ്ടത്, അതിൽ കുറവുള്ളത് 2. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ വരുന്നത് പെൻ, സെക്കൻഡ് സ്പൂൺ, തേർഡ് പെൻസിൽ, ഫോർത്ത് നീഡിൽ ആൻഡ് ഫിഫ്ത്ത് ഇറേസർ. ഇനി ഓരോന്നിലും എത്ര സ്ക്വയേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. പെൻസിൽ 4 സ്ക്വയേഴ്സ്, സ്പൂൺ 5 സ്ക്വയേഴ്സ്, ഇറേസർ 2 സ്ക്വയേഴ്സ്, പെൻ 7 സ്ക്വയേഴ്സ്, നീഡിൽ 3 സ്ക്വയേഴ്സ്. അതുപോലെ ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. കണ്ടില്ലേ, ബ്രഷ് 4 ബ്ലോക്സ്, കൗണ്ട് ചെയ്ത് നോക്കിയാൽ അറിയാം അല്ലേ, 1 2 3 4. സ്പൂൺ 6 ബ്ലോക്സ് ആൻഡ് ഫോർക്ക് 8 ബ്ലോക്സ് ആൻഡ് പ്ലേറ്റ് 5 ബ്ലോക്സ്. ഇനി ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതേണ്ടതാണ്, എത്ര ബ്ലോക്ക് ഉണ്ട് ഓരോന്നുമെന്ന്. See how Niba measured her brother's height. Asked him to stand against a wall. Mark the height with a pencil. വീടിൻ്റെ ഭിത്തിയോട് ചേർന്ന് നിന്നു, കണ്ടില്ലേ നിൽക്കുന്നത്. പെൻസിൽ ഉപയോഗിച്ച് ഉയരം അടയാളപ്പെടുത്തി, തലയ്ക്ക് മുകളിൽ പെൻസിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്തി. ഈ തന്നിരിക്കുന്ന പിക്ചറിലുള്ള കുട്ടികളുടെ ഹൈറ്റ് ഒന്ന് അളന്നെഴുതണം. ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലേ, അപ്പോൾ ഓരോരുത്തരുടേതും ആ കോളത്തിലാണ് എഴുതി ചേർക്കേണ്ടത്. ഇവരുടെയും ഹൈറ്റ് എത്രയാണ് എന്ന് എഴുതണം. ആദ്യത്തേത് നോക്കൂ, കാറ്റാണ്. എത്രയായിരിക്കും? 1 2 3 4ന് നേരെയാണ്. അതുപോലെ തന്നെ ഡോഗ് 5, ലയൺ 6, ജിറാഫ് 9. ഹൈറ്റ് കൂടിയത് ആരാണ്? ജിറാഫാണ് അല്ലേ, 9 ആണ്. Can you find the height of a chair and length of a book like this? Height of the chair dash pencil, length of the book dash pencil. Which is more? How much more? പെൻസിൽ ഉപയോഗിച്ച് നിങ്ങളുടെയും കൂട്ടുകാരൻ്റെയും ഉയരം കണ്ടുപിടിക്കൂ. ഇതുപോലെ കസേരയുടെ ഉയരവും പുസ്തകത്തിൻ്റെ നീളവും കണ്ടുപിടിക്കൂ. കസേരയുടെ ഉയരം എത്ര പെൻസിൽ വെച്ചിട്ടാണ് കസേരയുടെ ഉയരം കണ്ടുപിടിച്ചത് അതെഴുതണം. അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ നീളവും. പെൻസിൽ എത്ര തവണ വെച്ചിട്ടാണ് അതിൻ്റെ നീളം നിങ്ങൾ കണ്ടുപിടിച്ചത് അതാണ് എഴുതേണ്ടത്. ഏതിൻ്റെ അളവാണ് കൂടുതൽ? നമുക്കറിയാം, എന്തായാലും കസേരയുടെ ഉയരമായിരിക്കും കൂടുതൽ. എത്ര കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈറ്റ് ഓഫ് ദ ചെയർ 7 പെൻസിൽ, ലെങ്ത് ഓഫ് ദ ബുക്ക് 2 പെൻസിൽ. വിച്ച് ഈസ് മോർ? ചെയർ ഈസ് മോർ. ഹൗ മച്ച് മോർ? 7 - 2 = 5. 5 കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ നീളവും അതുപോലെ തന്നെ കസേരയുടെ ഉയരവുമൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്തു തന്നെ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടതാണ് തിക്കർ ആൻഡ് തിന്നർ. തിക്കർ എന്ന് പറഞ്ഞാൽ തടിയുള്ളത്, കനമുള്ളത്. തിന്നർ എന്ന് പറഞ്ഞാലോ കനം കുറഞ്ഞത്. Thicker tree. Find the thickness of some trees in the school ground using a string. Which tree is the thickest? വണ്ണം കൂടിയ മരം. സ്കൂൾ ഗ്രൗണ്ടിലെ ഏതാനും മരങ്ങളുടെ വണ്ണം ചരട് ഉപയോഗിച്ച് കണ്ടുപിടിക്കൂ. ഏതിനാണ് വണ്ണം കൂടുതൽ? ഏതിനാണ്? കാണുമ്പോൾ തന്നെ അറിയാം, വണ്ണം അല്ലെങ്കിൽ തടി കൂടുതൽ 2 കുട്ടികൾ ചരട് കൊണ്ട് പിടിച്ച മരത്തിനാണ് അല്ലേ. അങ്ങനെ വണ്ണം കൂടുതലുള്ള മരത്തിന് ചരടും കൂടുതൽ വേണ്ടി വരും. വണ്ണം കുറവുള്ളതിനോ കുറച്ച് ചരട് മാത്രമേ ആവശ്യമുള്ളൂ. നെക്സ്റ്റ് പഠിക്കേണ്ടതാണ് ഹെവി ആൻഡ് ലൈറ്റ്. ഹെവി എന്ന് പറഞ്ഞാൽ ഭാരം കൂടുതലുള്ളത്, കനം കൂടുതലുള്ളത്. കണ്ടില്ലേ, ആദ്യത്തെ ആപ്പിളിനാണ് ഭാരം കൂടുതലുള്ളത്, അതാണ് ഹെവി. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞത്, കനം കുറഞ്ഞത്. അപ്പോൾ ഈ പിക്ചറിൽ ഹെവി ആയിട്ടുള്ളതിന് സർക്കിൾ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യണം. Standing jump. In your class, who can jump the farthest? Mark the distance they jumped and measure using your foot. സ്റ്റാൻഡിംഗ് ജമ്പ്. ക്ലാസ്സിലെ കുട്ടികളിൽ ആരാണ് കൂടുതൽ ദൂരം ചാടുന്നത്? ചാടിയ ദൂരം അടയാളപ്പെടുത്തി കാൽപാദം ഉപയോഗിച്ച് അളക്കൂ. അപ്പോൾ കുട്ടികൾ ചാടി, അതിൻ്റെ ദൂരം എങ്ങനെയാണ് അളക്കാൻ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കാൽപാദം വെച്ച് എണ്ണി നോക്കണം. അപ്പോൾ ആദ്യം ഒരു തവണ വയ്ക്കുക, പിന്നെ അടുത്ത കാൽപാദം വയ്ക്കുക. അങ്ങനെ എത്ര തവണ കാൽപാദം വെച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കി ആരാണ് കൂടുതൽ ചാടിയത് എന്ന് കണ്ടുപിടിക്കാം.
Heavier and lighter. Niba and her mother at the fruit shop. 1 kilogram apple and 1 kilogram orange, please. See, mom, there are 9 oranges but only 6 apples. Why? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, വെയിറ്റ് ഉള്ളതും അതുപോലെ തന്നെ ലൈറ്റർ ആയിട്ടുള്ളതും. അപ്പോൾ ആപ്പിൾ വെയിറ്റ് കൂടിയതായിരിക്കും, അതുകൊണ്ടാണ് 6 ആപ്പിൾസും ഓറഞ്ച് ലൈറ്റ് ആയതുകൊണ്ടാണ് 9 ഓറഞ്ചസും. അപ്പോൾ നീബ പറയാണ്, അമ്മേ ആപ്പിൾ 6 എണ്ണമേ ഉള്ളൂ, ഓറഞ്ച് 9 എണ്ണമുണ്ട്, അതെന്താ അങ്ങനെയെന്ന്. ആപ്പിൾ 6 എണ്ണമേ ഉണ്ടാകൂ, പക്ഷേ ആപ്പിൾ വലുതായിരിക്കും. ഓറഞ്ച് 9 എണ്ണം ഉണ്ടാകും, പക്ഷേ അതിൻ്റെ വലിപ്പം ചെറുതായിരിക്കും. അതുകൊണ്ടാണ് ആപ്പിളിൻ്റെ എണ്ണം കുറഞ്ഞതും ഓറഞ്ചിൻ്റെ എണ്ണം കൂടിയതും. ഡു യു നോ വൈ ദിസ് ഈസ് സോ? Which one is heavier, an orange or an apple? How do we find out? See the devices used to weigh things. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടെ ഒരു ആപ്പിളിനാണോ ഒരു ഓറഞ്ചിനാണോ ഭാരം കൂടുതൽ? എങ്ങനെ കണ്ടുപിടിക്കും? ഭാരം നോക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നോക്കൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ആപ്പിളിനാണോ ഓറഞ്ചിനാണോ ഭാരം കൂടുതൽ ഉണ്ടാവുക? ഒരു ആപ്പിളിനായിരിക്കും, ആപ്പിൾ വലുതായിരിക്കും, അതുകൊണ്ടാണ് അതിൻ്റെ എണ്ണം കുറഞ്ഞത്. ഇനി ഭാരം അളക്കുന്ന ഉപകരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അവരളന്ന് തരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഹെവി, ഏതാണ് ലൈറ്റ്? ഹെവി കനം കൂടിയത് താഴ്ന്ന് നിൽക്കും, കനം കുറഞ്ഞത് ലൈറ്റായിട്ടുള്ളതാണ് മുകളിലേക്ക് പൊങ്ങി നിൽക്കുക. അപ്പോൾ അവിടെ വരച്ച് തീർക്കണം. കാറ്റാണ് ഹെവി, സ്പൈഡറാണ് ലൈറ്റർ. ബാലൻസ്. വാട്ട് ഓൾ ഐറ്റംസ് ആർ നീഡഡ്? ഹൗ ഡു വി മേക്ക് ഇറ്റ്? മേക്ക് എ ബാലൻസ് ആസ് ഇൻ ദ പിക്ചർ. വിച്ച് ഈസ് ദ ഹെവിയസ്റ്റ് തിങ് ഇൻ യുവർ ബാഗ്? ഫൈൻഡ് ഔട്ട് ആൻഡ് സർക്കിൾ ഇറ്റ്സ് പിക്ചർ. ഫോർ മേക്കിംഗ് എ ബാലൻസ് വി വാണ്ട് എ സ്റ്റിക്ക്, ത്രെഡ് ആൻഡ് 2 കോക്കനട്ട് ഷെൽ. കളിത്രാസ് ഉണ്ടാക്കാം. എന്തൊക്കെ സാധനങ്ങൾ വേണം? എങ്ങനെ ഉണ്ടാക്കും? ചിത്രത്തിൽ കാണുന്നത് പോലെ ത്രാസ് ഉണ്ടാക്കൂ. നിങ്ങളുടെ ബാഗിലെ വസ്തുക്കളിൽ ഏതിനാണ് ഭാരം കൂടുതൽ? അപ്പോൾ ചിരട്ട ഉപയോഗിച്ചാണ് ഇവിടെ ത്രാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിച്ച് ഈസ് ദ ഹെവിയസ്റ്റ് തിങ് ഇൻ യുവർ ബാഗ്? ഫൈൻഡ് ഔട്ട് ആൻഡ് സർക്കിൾ ഇറ്റ്സ് പിക്ചർ. നമ്മുടെ ബാഗിലെ ഹെവിയർ ആയിട്ടുള്ള ഒരു സാധനം, ഭാരം കൂടിയത് എന്താണ്? ബുക്കാണ് അല്ലേ, അപ്പോൾ അതിനാണ് സർക്കിൾ ഇടേണ്ടത്. വെള്ളം ഉണ്ടെങ്കിൽ വാട്ടർ ബോട്ടിലും വെയിറ്റ് ഉണ്ടാകും അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ബിഗ്. ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്, സ്മോൾ എന്ന് പറഞ്ഞാലോ ചെറുത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ക്രോസ് ഔട്ട് ദ സ്മോളസ്റ്റ് ഒബ്ജക്റ്റ്, ഏറ്റവും ചെറിയ ഒബ്ജക്റ്റിന് ക്രോസ് കൊടുക്കാനാണ്. അപ്പോൾ ഏതാണ്? മൂന്നാമത്തേതാണ് ഏറ്റവും ചെറുത്. അടുത്തതിലും മൂന്നാമത് തന്നിരിക്കുന്നതാണ് സ്മോളസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, കണ്ടില്ലേ? ഇതിൽ ബിഗ്ഗസ്റ്റ്, ഏറ്റവും വലുതിനാണ് റൗണ്ട് ഇടേണ്ടത്. ലെറ്റ്സ് മെഷർ വാട്ടർ. ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ ഈച്ച് ഓഫ് ദീസ് വെസൽസ്? വെസൽ, വാട്ടർ ബോട്ടിൽ, ജഗ്, പോട്ട്. ഗസ് ആൻഡ് കറക്റ്റ് മെഷർമെൻറ്റ്. വാട്ടർ ബോട്ടിൽ, ജഗ്, പോട്ട്, ഇതാണ് പാത്രങ്ങളുള്ളത്. ഇനി ഗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അളക്കുന്നതിന് മുൻപുള്ളത്, മെഷർ ചെയ്യുന്നതിന് മുമ്പ് എഴുതുന്നത്. കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് വെച്ച് നമ്മൾ വെള്ളമെടുത്ത് മെഷർ ചെയ്ത് ഒഴിക്കുന്നത്. അപ്പോൾ വാട്ടർ ബോട്ടിലിൽ ഗസ് ചെയ്തത് 3 ആയിരുന്നു, കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ജഗ്ഗിൽ ഗസ് ചെയ്തത് 6, കറക്റ്റ് മെഷർ ചെയ്തപ്പോൾ 5 ഗ്ലാസസ് ആണ് അതിൽ കൊള്ളുന്നത്. പോട്ട് 10, ഗസ് ചെയ്തതും അതുപോലെ തന്നെ കറക്റ്റ് മെഷർമെൻറ്റും 10 തന്നെയാണ്. വിച്ച് വെസൽ ക്യാൻ ഹോൾഡ് ദ മോസ്റ്റ് വാട്ടർ? കൂടുതൽ വെള്ളം കൊള്ളുന്നത് പോട്ട്, കലത്തിലാണ്. 1 cup വാട്ടർ ഫോർ 1 plant, 12 cups ഫോർ 12 plants. ക്യാൻ ദിസ് ബക്കറ്റ് ഹോൾഡ് ദാറ്റ് മച്ച് വാട്ടർ? ഒരു ചെടിക്ക് 1 കപ്പ് വെള്ളം വേണം, 12 ചെടികൾക്ക് 12 കപ്പ് വെള്ളം വേണം. ഈ ബക്കറ്റിൽ കൊള്ളുമോ? അവരുടെ കയ്യിലുള്ള ബക്കറ്റ് സ്മോൾ ആണ് അല്ലേ, അപ്പോൾ 12 ഗ്ലാസ് വെള്ളം കൊള്ളില്ല. ഹൗ മെനി കപ്സ് ഓഫ് വാട്ടർ ഡസ് ദ ബക്കറ്റ് ഇൻ യുവർ ഹൗസ് ക്യാൻ ഹോൾഡ്? ക്യാൻ യു ഗസ്? ഹൗ മെനി കപ്സ് ഓഫ് വാട്ടർ വർ ആക്ച്വലി നീഡഡ് ടു ഫിൽ ദ ബക്കറ്റ്? നിങ്ങളുടെ വീട്ടിലെ
ബക്കറ്റിൽ എത്ര വെള്ളം കൊള്ളുമെന്ന് ഗസ് ചെയ്തിട്ട് ആദ്യം പറയണം. അതിനുശേഷം കറക്റ്റായി മെഷർ ചെയ്ത് നോക്കണം കപ്പ് ഉപയോഗിച്ച്. അപ്പോൾ ആദ്യം ഗസ് ചെയ്തത് 15 ആയിരുന്നു, പക്ഷേ കറക്റ്റ് മെഷർ ചെയ്തപ്പോൾ എത്രയായിരുന്നു? 20. Okay dears, study well. See you in next class. Thank you.